Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University, and myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. So this session we can discuss the conversion of Gatt into WTO. That is, Gatt means General Agreement of Tariff and Trade, and WTO. What is WTO? That is World Trade Organization. So there is a conversion of, first we can say that Gatt, and second we can discuss the WTO. So the 8th trade round of Gatt, that is Uruguay round. We already discussed that Uruguay round is the latest one and more than 7 years to finish this round. So the 8th trade round of Gatt, that is Uruguay round, was the longest and the most expensive round. So there were a lot of controversies and debates. So consensus finally arrived at the agreement called the Final Act and was signed in April 1994 at Marrakesh in Morocco. ഇല്ലേ, അപ്പം നമ്മൾ പറഞ്ഞു ഗാട്ടിൻ്റെ പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലാസ്റ്റിലെ ഉറുഗ്വേ റൗണ്ടിനെ പറ്റി പറഞ്ഞു. ഒരു ട്രേഡ് നെഗോസിയേഷൻസ് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നെഗോസിയേഷൻസ് എന്ന് പറയുമ്പം ഒരുപാട് റൗണ്ട്സ് അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പം അതിലേറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള റൗണ്ടായിരുന്നു ഉറുഗ്വേ റൗണ്ട്. എന്തുകൊണ്ടാണ് ആ ഇഷ്യൂസ് അത്രയും കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റും ഇനി അതുപോലെ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പം എക്സ്പെൻസ് കൂടുതലാണ് അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുക. അപ്പോൾ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിന് ഒരുപാട് എക്സ്പെൻസും ആയിട്ടുണ്ട്. ആൻഡ് ദെർ വെർ എ ലോട്ട് ഓഫ് കോൺട്രവേഴ്സീസ് ആൻഡ് ഡിമാൻഡ്സ്. ഇനി ഈ ഒരു ഇഷ്യൂ ഇല്ലേ, ആ ഇഷ്യൂ എന്താണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഈ ഇഷ്യൂ സോൾവ് ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസും ഡിബേറ്റ്സും എല്ലാം ഈ ഉറുഗ്വേ റൗണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സോ ഫൈനലി അറൈവ്ഡ് അറ്റ് ദ എഗ്രിമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഉറുഗ്വേ റൗണ്ടിൻ്റെ എൻഡ് എന്ന് പറയുമ്പോൾ ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്തി. അതിനെ അവർ പറയുന്നത് ദ ഫൈനൽ ആക്ട് എന്നാണ് ഇല്ലേ. എന്തുകൊണ്ടാണ് 7 വർഷം നീണ്ടു നിന്നാണ് അതിനൊരു സൊല്യൂഷൻ ആ രാജ്യം കണ്ടുപിടിച്ചത്. ആൻഡ് വാസ് സൈൻഡ് ഇൻ 1994 അറ്റ് ദി മൊറോക്കോ അല്ലേ. അപ്പോൾ മൊറോക്കോയിൽ വെച്ച് ഏപ്രിൽ 1994 ആ ഫൈനൽ ആക്ട് എന്ന് പറയുന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. So as a result of Uruguay round, the Gatt was converted into a World Trade Organization with effect from January 1995. അപ്പം ആ ഉറുഗ്വേ റൗണ്ടോട് കൂടി ഗാട്ടിനെ അവർ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? WTO എന്ന് പറയുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫോറത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. 1995 ജാനുവരിയിലാണ് ഒരു ശരിക്കുള്ള ഇഫക്റ്റ് അവർ തുടങ്ങുന്നത്. ആ WTO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റ് വരുന്നത് എപ്പോഴും എങ്ങനെയാണ്? 1995 ജാനുവരിയിലാണ്. Thus, after the above 5 decades, the original proposal of an international trade organization was taken shape as the WTO. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ITO, ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷനെ അവർ ഗാട്ടായിട്ട് മാറ്റി. അതിനുശേഷം ഗാട്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ ശരിക്കും എങ്ങോട്ട് മാറ്റി? 1995 അവർ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന WTO ആക്കി മാറ്റി. സോ വേറാസ് ഗാട്ട് വാസ് എ പ്രൊഫഷണൽ എഗ്രിമെൻറ്റ്, ബട്ട് WTO ഈസ് എ ഫോർമൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. And so it was the formal international framework which will encompass Gatt as a result of Uruguay round. അപ്പം ഒരു ഗാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊവിഷണൽ എഗ്രിമെൻ്റ് ആയിരുന്നു ഗാട്ട് എന്ന് പറയുന്നതെങ്കിൽ WTO ആക്കിയപ്പോൾ അവർ എന്ത് ചെയ്തു? ഒരു ഫോർമൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഫോറമായിട്ട് അവർ രൂപീകരിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഉറുഗ്വേ റൗണ്ടിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ കോംപ്ലക്സിറ്റി കൊണ്ടാണ് അതിനെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ട് രൂപീകരിക്കുകയും അതൊരു ഫോർമൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് അവർ രൂപീകരിക്കുകയും ചെയ്യും. അപ്പം അവർക്ക് അവരുടേതായ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലെങ്കിൽ റൈറ്റ്സും പവേഴ്സോട് കൂടിയാണ് WTO അവർ രൂപീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് WTOയുടെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യാം. സോ the WTO will be directed by the ministerial conference that will meet at least once every 2 years and its regular business will seen by the General Council. അപ്പോൾ ഒരു WTOയുടെ സ്ട്രക്ചർ ഇല്ലേ എന്ന് പറയുമ്പം ആരാണ് അതിൻ്റെ ഒരു മിനിസ്റ്റീരിയൽ അല്ലേ, മന്ത്രിമാരുടെ ഒരു കോൺഫറൻസ് ഉണ്ടാവണം അറ്റ്ലീസ്റ്റ് വൺസ് എവറി 2 years അല്ലേ.
ഒരു 2 വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും ഇവർ എന്ത് ചെയ്യണം, മീറ്റിംഗ്സ് വിളിച്ചു കൂട്ടി ജനറൽ കൗൺസിൽ കൂടി ഇതിനകത്തെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരിക്കണം. ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് WTO ക്യാൻ ബി എക്സ്പ്ലൈൻഡ് ആസ് ഫോളോസ്. ദാറ്റ് ഈസ് ദ സ്പെസിഫിക് ഫങ്ഷൻസ് ഓഫ് WTO. ഒരു WTOയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. Mainly they have 5 specific functions. That is, they shall facilitate the administration and implementation of multilateral and plurilateral trade agreement which together make up of the WTO. അപ്പോൾ ആദ്യം ഒരു പറയുന്നത് എന്താണ്, ഒരു ട്രേഡ് എഗ്രിമെൻറ്റ്സ്, അത് മൾട്ടിപ്പിൾ ആവാം ഇല്ലേ, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ആകാം. അത് അഡ്മിനിസ്ട്രേഷനും ഇംപ്ലിമെൻറ്റേഷനും എല്ലാം തന്നെ ആരുടെ കയ്യിലാണ്, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കയ്യിലാണ്. They shall provide a forum of multilateral trade negotiations. ഇല്ലേ, അപ്പം അവർക്ക് അതിനൊരു മൾട്ടിനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് അവരുടേത് തന്നെ എന്താണ്, ഒരു എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ടീസ് എഗ്രിമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ഫോറം തന്നെ ഉണ്ട് അല്ലേ. 3-4 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ട്രേഡിന് ഇറങ്ങുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഫോറം തന്നെ അവർ രൂപീകരിച്ചിട്ടുണ്ട്. And they shall administer the understandings on rules and procedures governing the settlement of disputes. ഇനി ഈ WTO തന്നെ എന്താണ്, ഈ ചില അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റൂൾസ് ഇല്ലേ, ചില നിയമങ്ങളും പ്രൊസീജിയേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതായത് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ 2-3 രാജ്യങ്ങൾ ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും അവിടെ തർക്കങ്ങൾ, കോൺഫ്ലിക്ട്സ്, ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ റൂൾസും പ്രൊസീജിയേഴ്സും WTO ഫ്രെയിം ചെയ്തിട്ടുണ്ട്. കാരണം ഉറുഗ്വേ റൗണ്ടിൻ്റെ കോംപ്ലക്സിറ്റി അറിയാവുന്നത് കൊണ്ട് അതിനെല്ലാം മറികടന്ന് അതല്ലെങ്കിൽ അതിനെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് അവരെന്താണ് WTO ഫോം ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ഫോർമൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായാൽ അവിടെ എന്തുണ്ട്, ചില റൂൾസും പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കും. They shall administer the trade review mechanism. അതുപോലെ തന്നെ എന്താണ്, ഓരോ രാജ്യങ്ങളുടെയും ബിസിനസ്സിൻ്റെ റിവ്യൂ, അവരെങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ എത്ര നാളാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ്സ്, ഇതെല്ലാം അവരൊരു ഓട്ടോമാറ്റിക്കലി അഡ്മിനിസ്ട്രേഷൻ റിവ്യൂ നടത്താറുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് they shall cooperate with other international institutions involving global economic policy. ഇനി WTO എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ വേറെയുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് അതായത് ഗ്ലോബൽ എക്കണോമിക് പോളിസിയിൽ, വേൾഡ് എക്കണോമിക് പോളിസിയിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് WTO പ്രവർത്തിക്കാറുണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് അവരുടെ ചില ഫങ്ഷൻസ് പറയാം. ഒരു ജനറൽ കൗൺസിലുണ്ട് അല്ലേ. ജനറൽ കൗൺസിൽ ഓഫ് WTO വിൽ സെർവ് 4 മെയിൻ ഫങ്ഷൻസ് ഇല്ലേ. അപ്പം ഇനി ജനറൽ കൗൺസിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കൂടാതെ ചില ഫങ്ഷൻസും കൂടി ഉണ്ട്. എന്തൊക്കെയാണ്, ടു സൂപ്പർവൈസ് ഓൺ റെഗുലർ ബേസിസ് ദ ഓപ്പറേഷൻ ഓഫ് ദി റിവൈസ്ഡ് എഗ്രിമെൻറ്റ് ആൻഡ് മിനിസ്റ്റീരിയൽ ഡിക്ലറേഷൻ റിലേറ്റിംഗ് ഗുഡ്സ് സർവീസസ് ആൻഡ് ട്രിപ്സ്. ഇനി അത് കൂടാതെ എന്തൊക്കെയാണ്, ഒന്ന് റെഗുലർ ബേസിസിൽ സൂപ്പർവൈസ് ചെയ്തിരിക്കണം. എന്തെല്ലാം വേണം, ഒരു റിവൈസ്ഡ് എഗ്രിമെൻറ്റ്സ്, ഇപ്പോൾ 2 രാജ്യങ്ങളിൽ നമ്മൾ എഗ്രിമെൻറ്റ്സ് ഉണ്ട്, അത് റിവൈസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആ റിവിഷൻ എങ്ങനെയാണ്. ഇനി മിനിസ്റ്റീരിയൽ ഡിക്ലറേഷൻസ്, മിനിസ്റ്റീരിയൽ ലെവലിലൊക്കെ കൗൺസിൽ കൂടുമ്പോൾ അവരെന്തെല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതവർ അറിഞ്ഞിരിക്കണം. അത് ഗുഡ്സിൻ്റെ കേസിലാവാം, സർവീസസിൻ്റെ കേസിലാവാം. ഇനി ട്രിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, TRIPS, ദാറ്റ് ഈസ് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പം മാർക്ക് ചെയ്തിട്ടേക്കണം ട്രിപ്സ്, ദാറ്റ് ഈസ് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പോൾ ഈ 3 കാര്യത്തിലും ഒരു എഗ്രിമെൻറ്റ്സ് എന്തൊക്കെയാണ്, പുതിയ ഡിക്ലറേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ എല്ലാം ഒരു സൂപ്പർവിഷൻ WTOയുടെ ജനറൽ കൗൺസിൽ നോക്കിയിരിക്കണം. ടു ആക്ട് ആസ് എ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡി. ഇനി ഈ ജനറൽ കൗൺസിലിൻ്റെ ഉത്തരവാദിത്തമാണ് എന്തെങ്കിലും തർക്കങ്ങൾ സംഭവിച്ചാൽ അത് സോൾവ് ചെയ്യുക. ദെൻ ടു സെർവ് ആസ് എ ട്രേഡ് റിവ്യൂ മെക്കാനിസം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ, ഒരു ട്രേഡ് റിവ്യൂ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു റിവ്യൂ എടുക്കണം. എത്ര നാൾ കൊണ്ട് ചെയ്യുന്നു, അവരുടെ കോൺട്രാക്റ്റ് എങ്ങനെയാണ്, എഗ്രിമെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ഗുഡ്സ് കൗൺസിൽ, സർവീസ് കൗൺസിൽ ആൻഡ് ട്രിപ്പ് കൗൺസിൽ ആസ് എ സബ്സിഡറി ബോഡി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഗുഡ്സും സർവീസസും ട്രിപ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സബ്സിഡറി ബോഡീസ് അല്ലെങ്കിൽ അവർ ഓരോരുത്തരുടെയും ഡിക്ലറേഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഈ കൗൺസിൽ അറിഞ്ഞിരിക്കണം. സോ WTO ഈസ് ബേസ്ഡ് ഓൺ ജനീവ. അറിയാലോ, WTOയുടെ ബേസ്ഡ് എന്ന് പറയുന്നത് എവിടെയാണ്, ജനീവ, സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം
and it is more powerful with the enlarged function than the GATT. അപ്പോൾ നമ്മൾ GATT പറയുന്ന പോലെ ഒരു GATT എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പ്രൊഫഷണൽ എഗ്രിമെൻറ്റ് മാത്രമാണ്. പക്ഷേ WTO എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫോർമൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പവർഫുൾ ബോഡിയാണ് ശരിക്കും എന്താണ് WTO എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് envisaged to perform a major role in the world economic affair, and to become a member of WTO a country must accept the results of Uruguay Round. ഇല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു WTO എന്ന് പറയുമ്പോൾ ഒരു മോസ്റ്റ് പവർഫുൾ ബോഡി എന്ന് നമുക്ക് പറയാം. ഒരു വേൾഡ് എക്കണോമിക് അഫയേഴ്സിൻ്റെ കേസിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. ഇനി WTOയിൽ മെമ്പർ ആകണമെങ്കിൽ നമ്മൾ എന്ത് അക്സെപ്റ്റ് ചെയ്യണം, ആ ഉറുഗ്വേ റൗണ്ടിൽ നടന്ന ഒരു ഫൈനൽ ആക്ട് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് അതിൻ്റെ കൺക്ലൂഷനിലെത്തി, അല്ലെങ്കിൽ അതിൻ്റെ എന്തെല്ലാം സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ച് എഗ്രിമെൻറ്റ്സ് ഒക്കെ അവർ ഫോം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, WTOയിൽ അംഗങ്ങളാകാൻ. അപ്പോൾ അംഗങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ബെനഫിറ്റ്സ് ഉണ്ട്. അവർ പറയുന്ന റൂൾസും പ്രൊസീജിയേഴ്സും അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. അതാണ് WTO. അപ്പോൾ ക്ലിയർ വിത്ത് ദി പോർഷൻ, ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് GATT into WTO. That is the 8th round of GATT. That is Uruguay round was the longest and most expensive round, and there was a lot of controversies and debate, and so they finally arrived at an agreement called the Final Act, and it was signed in 1994 at the Morocco. And we can say as a result of Uruguay round, the GATT was converted into World Trade Organization, that is WTO, with the effect from January 1995. So clear with the portion? I hope you are clear with the portion. So this is the end of today's section. Prepare well, study well. Thank you.